തെല്ലോരു ദൂരം ചെല്ലുമ്പോൾ തള്ളുകയില്ലവൻ, വല്ല വഴിക്കും പോകുവാൻ ചൊല്ലുകയില്ലവൻ. ദൂരെയായി കാണുന്നൻ താവൻ്റെ പാർപ്പിടം ഈ ലോകെ ഏതുമില്ലല്ലോ ആശ്വാസം നൽകുവാൻ. ഈ ലോകെ ഏതുമില്ലല്ലോ ആശ്വാസം നൽകുവാൻ. എൻ കർത്തൻ പിൻപെ പോകുന്ന സാധു സഞ്ചാരി ഞാൻ, താൻ പോകും ഇടം ഏതിലും തന്നെ പിൻചെല്ലും ഞാൻ. താൻ പോകും നീടം ഏതിലും തന്നെ പിൻചെല്ലും ഞാൻ. ദൂരെയായി കാണുന്നൻ താതൻ്റെ പാർപ്പിടം ഈ ലോകെ ഏതും ഇല്ലല്ലോ ആശ്വാസം നൽകുവാൻ. ഈ ലോകെ ഏതും ഇല്ലല്ലോ ആശ്വാസം നൽകുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് പോയ പാത പിൻപറ്റി അവൻ കാണിച്ചു തരുന്ന മാതൃക പ്രകാരം മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ കൃപ ചെയ്ത് സഹായിക്കട്ടെ. അവൻ്റെ പിന്നാലെ ഒരു സഞ്ചാരിയെ പോലെ, ഒരു സാധുവായ സഞ്ചാരിയായി മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരേ ലക്ഷ്യം, കർത്താവിൻ്റെ വരവ്, ഒരേ പാത, അവൻ പോയ വഴി. അങ്ങനെ ക്രിസ്ത്യ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം. മനോഹരമായ പ്രഭാതത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയമരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശിക്ഷയും ശാസനവും എല്ലാം ലഭിക്കും. അത് നിരാശപ്പെടുവാനല്ല, അവൻ നമ്മെ തൻ്റെ പാതയിൽ വളർത്തുവാനാണ്. കർത്താവിൻ്റെ പാതയിൽ യാത്ര ചെയ്യുമ്പോൾ ശിക്ഷയുണ്ടാകും, പക്ഷേ അത് ഭാരമായി തീരരുത്. അതിൽ അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്, പിറുപിറുക്കരുത്. അത് കർത്താവിന് ഇഷ്ടമല്ല. കർത്താവിൻ്റെ ശാസനയുടെ മുഖം ഭാരമായി തോന്നുമ്പോൾ ചില കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുണ്ട്? എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, നിത്യതയിൽ ജീവിക്കുവാനായി ദൈവം നിന്നെ ഇവിടെ പുതുക്കിയ വഴിയിലൂടെ നടത്തുകയാണ്. നിന്നെ ശോധന ചെയ്ത് രൂപാന്തരപ്പെടുത്തി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഭൂമിയിൽ നിൻ്റെ ആയുസ് നിത്യതയുടെ വെളിച്ചത്തിൽ ഒരു ചെറിയ ശൈശവകാലം മാത്രമാണ്. നിൻ്റെ ശൈശവകാലത്ത് പിതാവിൻ്റെ ശിക്ഷണം നിനക്ക് അത്യാവശ്യമാണ്. അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം.
രണ്ടാമത്, ദൈവം നൽകുന്ന ശാസന ഒരു ദണ്ഡനമോ ശിക്ഷാവിധിയോ അല്ല, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായെന്ന് യെശയ്യാപ്രവചനം 53:4 നാം കാണുന്നു. ചെയ്തു പോയ കുറ്റത്തിനുള്ള വെറും ശിക്ഷയല്ലത്, അത് ദൈവം നമുക്ക് നൽകുന്ന ശാസനയും ശിക്ഷണവുമാണ്. നാം നന്നാവാൻ വേണ്ടി നമ്മെ ശിക്ഷിച്ച് വളർത്തുകയാണ്. കുറ്റത്തിനനുസരിച്ചൊരു ദണ്ഡനം നൽകാനല്ല. പിന്നെ നാം വായിക്കുന്നത് എന്തിനാണ്? എബ്രായലേഖനം 12:10 അവൻ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവർ ശിക്ഷിച്ചത് മാതാപിതാക്കൾ കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ ദൈവമോ അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ദൈവം നമ്മെ ശിക്ഷിക്കുന്ന അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനാണ്. അത് നമ്മുടെ ഗുണത്തിനായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. 2 പത്രോസ് 1-4 നാം വായിക്കുന്നത്, 2 പത്രോസ് 1-4 ആകയാൽ അവൻ നമുക്ക് വിലയേറിയ അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയിൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹങ്ങളാലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാനിട വരുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുവാനാണ്. അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനും ലോകത്തിൻ്റെ മോഹത്താലുള്ള, ലൗകികത്തിൻ്റെ അതിപ്രസരണത്താലുള്ള മാലിന്യം വിട്ട് ജീവിതയാത്ര നിത്യതയിലേക്ക് തെളിയിച്ചു കൊണ്ടുവരാൻ. ദൈവത്തിന് സ്തോത്രം. നാം കർത്താവിൻ്റെ പാതയിൽ തന്നെ നിൽക്കുവാനാണ് അവൻ നമ്മെ ശിക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 2 പത്രോസ് 1:4 നാം വായിച്ചത്. അവൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്. അവൻ്റെ വാഗ്ദത്തം നാം നേടിയെടുക്കുവാനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. തൻ്റെ വാഗ്ദത്തത്തിൻ്റെ പാതയിൽ തന്നെ നമ്മെ കൊണ്ടുപോയി അവൻ്റെ നിക്ഷേപങ്ങളെല്ലാം, വാഗ്ദത്തമാകുന്ന നിക്ഷേപങ്ങളെല്ലാം നാം നേടിയെടുക്കുവാനാണ് അവൻ നമ്മെ ശിക്ഷിക്കുന്നത്. അതുനിമിത്തം നിങ്ങൾ സകല ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയോടെ സഹോദരപ്രീതിയും, സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. നമ്മുടെ ശ്രദ്ധ ഭൗതികത്തിൽ നിന്ന് തിരിച്ച് ചില ആത്മീക വിഷയങ്ങളിലേക്ക്, ദൈവസംബന്ധമായ വിഷയങ്ങളിലേക്ക്, അതാ വിശ്വാസത്തോടെ വരും. അങ്ങനെ നാം വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് ദൈവോന്മുഖമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഭൗതിക കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ശ്രദ്ധ. അത് മാറ്റണ്ടേ? കാരണം ഈ ലോകത്തിലേക്കുള്ള ഒരു ഉൾവലി നമ്മുടെ ജഡത്തിനുണ്ട്. അത് മാറ്റിയെടുക്കാനായി ദൈവം നമ്മെ ശിക്ഷിച്ച് ആത്മീക ദർശനത്തിലേക്ക് നമ്മെ നയിക്കും. ദൈവത്തിന് സ്തോത്രം. ഇബ്രായലേഖനം 12:10 നാം വായിച്ചത്, അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ അശുദ്ധിയിലേക്ക് നാം നീങ്ങിപ്പോകും.
അത് മാറ്റിയെടുക്കാൻ. മൂന്നാമതായി, വിശ്വാസി ദൈവപൈതല് ദൈവേഷ്ടത്തിന് വിപരീതമായി സ്വേച്ഛപ്രകാരം പോകുമ്പോൾ ആ പാത, ആ വഴിയിൽ ദൈവേച്ഛ വിട്ടുള്ള വഴിയിൽ ശിക്ഷണം ഉണ്ടാവും. തീർച്ചയായും അത് പ്രതീക്ഷിക്കണം. നല്ല വഴിയല്ലെങ്കിൽ, ദൈവഹിതപ്രകാരമല്ലാത്ത ജീവിതയാത്രയിൽ നിശ്ചയമായും ശിക്ഷണമുണ്ടാകും. അത് മറന്നു പോകരുത്. തൽക്കാലം പ്രതികൂലം ഒന്നുമില്ല, തൽക്കാലം അനുകൂലമാണെന്ന് തോന്നിയാലും അതിൽ ശിക്ഷണം പ്രതീക്ഷിക്കണം. കാരണം പാത ദൈവഹിതപ്രകാരമല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവപൈതലേ, നീ ഒന്ന് വഴി തെറ്റിപ്പോയാൽ നീ അടികൊണ്ടേ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. അടി കിട്ടിയെങ്കിലേ തിരിഞ്ഞു നോക്കൂ, അടി ഉണ്ടെങ്കിലേ മറിഞ്ഞു വരൂ. അടി കിട്ടിയാൽ വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കും. വന്ന പാത എങ്ങനെയുള്ളതാണ്, എന്താണ് അടി കിട്ടിയത്, വന്ന പാത എന്താണെന്ന് നോക്കാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. വന്ന വഴി മോശമാണോ, പാത മാറ്റേണ്ടതായിട്ടുണ്ടോ, ഇറങ്ങി പുറപ്പെട്ട സ്ഥാനത്ത് പുനഃക്രമീകരണം നടത്തണോ എന്നൊക്കെ ചിന്തിക്കാനുള്ള സമയമാണ് ദൈവത്തിൻ്റെ അടി കിട്ടുന്ന സമയം. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമാവിശുദ്ധന്മാരിൽ ആളായിരുന്ന യോനെ നോക്കുക. യോന അനുസരണക്കേടിൻ്റെ പാതയിൽ അവൻ പോയി. ദൈവത്തിൻ്റെ കൽപ്പന വിട്ടു. ദൈവത്തിന് സ്തോത്രം. നിനവയിലേക്ക് പോകുവാൻ പറഞ്ഞു. അവൻ തർശീസിലേക്ക് പോയി. തർശീസിൽ പോയപ്പോൾ അനുകൂലമായ സാഹചര്യം കണ്ടു. കപ്പലൊക്കെ കണ്ടു, കപ്പൽ കിടക്കുന്ന കണ്ടു. തർശീസിലേക്ക് പോകാനുള്ള യാത്രാ കപ്പൽ കണ്ടു. അതിൽ കയറി തർശീസിലേക്ക് പോയി. വഴി തെറ്റായിപ്പോയി. വഴി തെറ്റിയാലും ചിലപ്പോൾ സാഹചര്യം അനുകൂലമായി വരും, വാഹനങ്ങളൊക്കെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ വഴി പിഴച്ച യാത്രയിൽ വാഹനം ലഭിച്ചാലും ശിക്ഷണമുണ്ടാകും. തിരമാലകളിലേക്ക്, കടലിലേക്ക് എറിയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അല്പമെങ്കിലും ദൈവേഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് നീ പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ, ആ യാത്ര സമാധാനത്തോടെ അവസാനിപ്പിക്കാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ദൈവം നിന്നെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം തൻ്റെ മകളാക്കി നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, നീ ഒരിക്കൽ ദൈവസന്നിധിയിൽ വന്നവളാണെങ്കിൽ, ഇപ്പോൾ നിന്റെ പാത തെറ്റായതാണെങ്കിൽ, നീ ഈ പാത ശുഭകരമായി അവസാനിപ്പിക്കാമെന്ന് കരുതണ്ട. ദൈവം നിന്നെ തൊടുന്ന സമയങ്ങളുണ്ട്. യോന കപ്പലിൽ കയറി വളരെ സന്തോഷത്തോടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയി. യോനയുടെ പുസ്തകം നമുക്ക് സുപരിചിതമാണല്ലോ, ചരിത്രം നമുക്ക് അറിയാമല്ലോ. കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. പിന്മാറ്റക്കാരൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ആരെയും ശല്യപ്പെടുത്താതെ ഏറ്റവും പുറകിൽ ആരാധനയ്ക്ക് വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പോകുന്ന ദൈവപൈതലേ, നിന്റെ പാത പിന്മാറ്റക്കാരൻ്റെ പാതയാണോ? യോന അങ്ങനെയായിരുന്നു. ആരെയും ശല്യപ്പെടുത്താതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങുവാനിടയായി. ദൈവപൈതലെ, ആത്മീയമായ നിന്റെ ഉറക്കം ഒരു പിന്മാറ്റത്തിൻ്റെ ലക്ഷണമല്ലേ? ദൈവവചനം കേൾക്കുമ്പോൾ ശക്തിപ്പെടുവാൻ കഴിയാത്തത്, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ കഴിയാത്തത്, പല ന്യായീകരണങ്ങൾ പറഞ്ഞ് അതിനെ തിരസ്കരിക്കുന്നത് നിന്റെ പിന്മാറ്റത്തിൻ്റെ ലക്ഷണമല്ലേ? എപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങാമെന്ന് കരുതണ്ട. നിന്നെ വിളിച്ച ദൈവം, അക്കരയ്ക്ക് യാത്ര ചെയ്യുവാൻ വിളിച്ച് പടകിൽ കയറ്റിയവൻ, നീ പിന്മാറിയിരുന്നാൽ അവൻ്റെ ഹൃദയം വേദനിക്കും,
അവൻ നിന്നെ തട്ടി ഉണർത്തുവാനായി ചെറിയ ചെറിയ ശോധന, ചെറിയ ചെറിയ പരീക്ഷ നിൻ്റെ ജീവിതത്തിൽ തരും. അത് നിൻ്റെ പിന്മാറ്റത്തിൻ്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും. ഇവിടെ യോന പിന്മാറ്റത്തിൻ്റെ അവസ്ഥ കപ്പലിലായിരുന്നു. കപ്പൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നല്ലോ, അതുകൊണ്ട് അവനെ തിരകളിലേക്ക് എറിയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. നീ പുറപ്പെട്ട യാത്ര പലതും സഫലമല്ലെന്ന് തോന്നുന്നുണ്ടോ? നീ ഉദ്ദേശിക്കുന്നത് പോലെ സാഹചര്യങ്ങൾ അനുകൂലമല്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് തിരമാലയുടെ മുമ്പിൽ നിന്നെ എറിയപ്പെടുന്നതിന് മുൻപേ, വലിയ തിമിംഗലം നിന്നെ മിഴുങ്ങുവാൻ അവസരമുണ്ടാകുന്നതിന് മുൻപേ, കടലാനയുടെ വയറ്റിൽ ഗദ്ഗദത്തോടെ ഇടറുന്ന സ്വരത്തോടെ നിരാശയോടെ ആയിപ്പോകാവുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ പിന്മാറ്റത്തിൻ്റെ അവസ്ഥ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ നിനവയിലേക്ക് തന്നെ പൊക്കോളാം. ഞാൻ നിൻ്റെ വാക്കിന് വലയിറക്കാമെന്ന് പത്രോസ് പറഞ്ഞതുപോലെ നിൻ്റെ വാക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പൂർണ്ണമായി സമർപ്പിക്കാമെങ്കിൽ വലിയ പരീക്ഷയ്ക്ക് മുൻപ്, വലിയ പരിശോധനയ്ക്ക് മുന്നമേ നിനക്ക് രക്ഷപ്പെടാം. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവത്തിന് സ്തോത്രം. പിന്മാറ്റത്തിലാണ് വഴി തെറ്റിപ്പോയി എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തിയാൽ അവിടെ നിൽക്കണം, അവിടെ മുതൽ തിരിച്ചു നടക്കണം. 100 ആടിൽ 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ആടിനെ തിരക്കി നടന്ന കർത്താവ് നിന്നെയും അന്വേഷിക്കുന്നുണ്ടാവും. നീ കണ്ണുനീരോടെ മടങ്ങിച്ചെന്നാൽ, അപ്പാ, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണമെന്ന് മുടിയപുത്രൻ പറഞ്ഞതുപോലെ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തെന്ന് പറഞ്ഞതുപോലെ, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവൻ മടങ്ങി വന്നതുപോലെ അവൻ നിന്നെ കണ്ടുമുട്ടുമ്പോൾ തോളിലേറ്റി നിന്നെ നിത്യ കൂടാരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ നിന്നെ തോളിലേറ്റിക്കൊണ്ടുപോകുന്ന സ്നേഹമുള്ള ഇടയനാണ്. ദൈവത്തിന് സ്തോത്രം. അനുസരണക്കേടിൻ്റെ പാത അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതിൽ നിന്നും മടങ്ങി വരണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശാസനമുഖം നിനക്ക് ഭാരമായി വരുന്നു എന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചിന്തിക്കുക, നിൻ്റെ പാത അനുസരണക്കേടിൻ്റെ പാതയാണോ? അങ്ങനെയാണെങ്കിലും സംഭവിക്കാം. നിന്നെ നിത്യതയ്ക്ക് ഒരുക്കുവാനായി തെറ്റായ പാതയിൽ പോകുവാൻ പിതാവ് സമ്മതിക്കുകയില്ല. അവൻ തന്നെ നിന്നെ കടലിൻ്റെ തിരമാലയുടെ മുകളിലേക്ക് എറിയുന്നതിന് മുൻപേ, അവൻ്റെ കരം നിനക്ക് വിരോധമായി വരുന്നതിന് മുൻപേ അവൻ്റെ സന്നിധിയിൽ, നാഥാ, എന്നോട് മനസ്സലിയണമേ. പത്രോസ് പറഞ്ഞു, പിതാവേ, കർത്താവേ, നീ സകലതും അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് അനുതപിച്ചതുപോലെ തൻ്റെ തെറ്റുകളെ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. തൻ്റെ തെറ്റുകളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറയുന്നവനോ കരുണ ലഭിക്കും. മകനെ, കർത്താവിൻ്റെ ശാസനയിൽ നീ മുഷിയരുത്. നിൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയോ എന്ന് നോക്കുക. നീ കഷ്ടതയിലായിരിക്കുന്നത് നിനക്ക് ഗുണമാണെന്ന് മനസ്സിലാക്കുക. തെറ്റുകളെ, ജീവിതത്തിൽ നിന്ന് കുറവുകളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ അവൻ നിന്നെ ചൊവ്വയുള്ള പാതയിൽ നടത്തും. നിത്യതയിൽ സാന്ത്വന തുറമുഖത്ത് കൊണ്ടെത്തിക്കുന്ന വിശ്വസ്ത കർത്താവാണ്. ഒരുപക്ഷെ ജീവിതത്തിലെ എല്ലാം പ്രതികൂലമായി എന്ന സാഹചര്യം അങ്ങനെ തോന്നുന്നുണ്ടോ?
അത് തെറ്റായ വഴിയിലുള്ള സഞ്ചാര മുഖാന്തരമാണോ എന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ കർത്താവ് നമ്മെ നന്നാവുവാൻ ചില ശിക്ഷണങ്ങൾ തരും. അത് കുറ്റം ചെയ്തിട്ടൊന്നും ആകണമെന്നില്ല, കുറ്റത്തിൻ്റെ ശിക്ഷയായിട്ട് ആയിരിക്കണമെന്നില്ല. എന്നാൽ ചിലപ്പോൾ നാം വഴിതെറ്റിപ്പോയാലും നമ്മെ ശിക്ഷിക്കും, ചൊവ്വയുള്ള പാതയിൽ നിർത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. അവൻ നമ്മെ അക്കരെ സാന്ത്വന തുറമുഖത്ത് കൊണ്ടുവന്നെത്തിക്കും. അവൻ നമുക്ക് നല്ല വഴികാട്ടിയായിട്ടുണ്ട്. അവൻ നല്ല വഴികാട്ടിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴികാട്ടും. ആത്മാവാം വഴി കാട്ടി എന്നെ സാദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിമ്പ മൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ ഉള്ളം താളർന്നേറ്റവും ആശയാറ്റ നേരവും ക്രൂശിൽ രക്തം കാണിച്ച് ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിമ്പ മൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. അതെ, അവൻ നമ്മെ വീട്ടിലെത്തിക്കും. അവൻ നമ്മോട് കൂടെ വരും. അവൻ നല്ല സഖിയാണ്. നാം പിന്മാറിപ്പോകാതെ അവൻ്റെ പാതയിലേക്ക് ചേർന്ന് നിൽക്കാം. അവൻ്റെ ശിക്ഷണത്തിന് നിരാശപ്പെട്ടു പോകാതെ, കർത്താവേ എന്നോട് കരുണയുണ്ടാകണം, നിൻ്റെ പാതയിൽ എന്നെ നടത്തണമെന്ന് അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. പലപ്പോഴും നിൻ്റെ പാത വിട്ട് പതറിപ്പോകുമ്പോൾ, വഴിയടറിപ്പോകുമ്പോൾ, സംശയം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ,
പിന്മാറിപ്പോകുന്ന അവസ്ഥയിൽ അവിടുന്ന് ഞങ്ങളെ നേരെയാക്കുവാനായി ജീവിതത്തിൽ ചില ചെറിയ ശിക്ഷണകളും ശാസനങ്ങളും തരും. വഴി ഇതാകുന്നുവെന്ന് പറയും. അവിടുന്ന് ഞങ്ങളെ വഴിയാത്രയിൽ കൊണ്ടുവരും. അവിടുന്ന് കൂടെ വരും. സാവധാനം നടത്തും. നല്ല ഇടയനാണ്. പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ മുൻപോട്ട് പോകുവാൻ, മനസ്സ് പതറാതെ ധൈര്യത്തോടെ പോകുവാൻ കൃപ നൽകണം. നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുന്നു. വിഷയങ്ങൾക്കെല്ലാം വിടുതൽ നൽകട്ടെ. പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി നൽകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.